CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പു കേസുമായി ബന്ധപ്പെട്ട് MLA AC മൊയ്തീനെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, അസംബ്ലി പ്രസിഡന്റ് അക്ഷയ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി റോഷിദ് ഓടാട്ട് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എടക്കഴിയൂരിൽ പാതിരാത്രിയിൽ യുവതിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. കൊൽക്കത്ത സ്വദേശിയായ രാജുബായിയെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിൽ പെരുന്തട്ട ശിവക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പൊടിഞ്ഞു വീണു. തിരുവങ്കിടം ചാലക്കൽ ജോളി ജോണിന്റെ കാറിന് മുകളിലേക്കാണ് മരം വീണത്. കാറിന് കേടുപാടുകൾ പറ്റിയെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെസ്റ്റ് മങ്ങാട് കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 25ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. ഞായറാഴ്ചയായിരുന്നു വിവാഹം. ഇന്നലെ രാവിലെയാണ് പലരെയും വയറുവേദനയും ഛർദിയുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആർക്കും ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പോർക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ പഴഞ്ഞി സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുന്നംകുളം പാലസ് റോഡിൽ ഗോൾഡൻ അക്വേറിയം ഉടമയായ ജെബി P. ജോണിനാണ് പരിക്കേറ്റത്. ജെബിയുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ച് നിർത്താതെ പോയ വാഹനത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് തിരുവത്രയിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങുകൾ കടപുഴകി വൈദ്യുതി കാലുകൾ ഒടിഞ്ഞു വീണു. തിരുവത്ര മുട്ടിൽ K. അഹമ്മദ് റോഡിൽ റോഡരികിലെ തെങ്ങുകളാണ് വൈദ്യുതി കാലിലേക്ക് വീണത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ വലിയ സ്ക്രീനിൽ കാണാനുള്ള സൗകര്യം കുന്നംകുളം നഗരസഭാ ടൗൺ ഹാളിൽ ഒരുക്കും. ജൂൺ 11 വൈകിട്ട് സംഘാടക സമിതി യോഗം ചേരും. അന്നേ ദിവസം ലോകകപ്പ് വിളംബര ഘോഷയാത്രയും സംഘടിപ്പിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉൾപ്പെട്ട ആലത്തൂർ MP K. രാധാകൃഷ്ണനും കുന്നംകുളം MLA AC മൊയ്തീനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പഴഞ്ഞി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി SSLC, CBSE, +2, VHSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള KG സത്താർ സ്മാരക സായംപ്രഭ പകൽ വീട്ടിലെ വയോജനങ്ങൾക്ക് ആയുർവേദ മരുന്നുകൾ വിതരണം ചെയ്തു. DYFI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുറുമാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ലോകകപ്പ് വിളംബര ജാഥ നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.